നമസ്കാരം ഗൈസ്, ഞാൻ ഷിബു കലാർ. ജയസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടറിയൂ കേട്ടറിയൂ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോരുകറി, വെള്ളരിക്ക ഇട്ടുള്ള മോരുകറി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം പുളിപ്പില്ലാത്ത തൈര് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ആ തൈരാണ് ഇത്. അപ്പോൾ ഇത് മോരുകറിക്ക് ഞാനിതൊന്ന് മത്ത് വെച്ച് കടഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. തൈരുണ്ടോ? അപ്പം ഇത് നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ: വെള്ളരിക്ക, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി. ഇപ്പം ഇത് കണ്ടില്ലേ, നമ്മൾ മോര് ഇവിടെ എല്ലാം കടഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതെല്ലാം. അതിനരക്കേണ്ട അരപ്പാണ് ഇതെല്ലാം. ഇത് ചെറിയ ജീരകം, ഇത് വെളുത്തുള്ളി, ഇത് ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, തേങ്ങ. അരപ്പിനുള്ള സാധന സാമഗ്രികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് ഈ ഇരിക്കുന്ന നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഇവനെ നമുക്കൊന്ന് വേവിക്കണം. അതിന് ആദ്യം കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഇത് കല്ലുപ്പാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വെള്ളരിക്കയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അടുപ്പ് വെച്ച് നിങ്ങൾ കണ്ട ചട്ടിയിൽ അവനൊന്ന് വെന്ത് റെഡിയാകുന്നതിന് മുമ്പ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എപ്പോഴും ഒരു കാര്യം ഞാൻ വീഡിയോയിൽ മിക്കവാറും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ മിക്സി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കിയേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓണിലായിരിക്കുന്നത് നമ്മൾ വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് അറിയാതെ തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മുഖത്തെല്ലാം തരിക്കും. ഒരുപാട് പേർക്ക് അങ്ങനെ അബദ്ധം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം സ്വിച്ച് ഓഫിലാണോ എന്ന് നോക്കിയേക്കണം. അതിനാദ്യം വലിയ സമയമൊന്നും വേണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചാൽ കുറച്ച് വെള്ളം മതി. നല്ലതായിട്ട് ഒന്ന് കൈ ഇതിൻ്റെ മേലെ ഇരുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം പറയാൻ പറ്റില്ല, വാഷറൊക്കെ ശരിയല്ലെങ്കിൽ ചിലപ്പോഴേ. അപ്പോൾ നമുക്ക് അരച്ച് എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. ഇതാ കണ്ടില്ലേ, അവ നല്ല വെന്ത് റെഡിയാകും. നന്നായിട്ട് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഇറക്കാം. ഇനി നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കടുക് താളിക്കാം കേട്ടോ. ഉലുവായിട്ടു, കടുക് താളിച്ചതിന് ശേഷം ഉലുവായിട്ടു, ചെറിയ ഉള്ളിയും കൂടി നല്ലതായിട്ടൊന്ന് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാണ്. ഒരുപാട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ നമുക്ക് ചെറുതായിട്ട് വറ്റൽമുളക് ഉണക്കി, നമ്മുടെ വറ്റൽമുളക് ചതച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇത് നമ്മൾ തേങ്ങ അരച്ചാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യണം. ഇത് ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്ടിയിൽ ഉണ്ടാക്കുന്നതിന്. നമ്മുടെ കടഞ്ഞു വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക്
കടുക് താളിച്ച് വെച്ചത് നമ്മൾ ഇതിലേക്ക് ഇടാം. കായവും ഉലുവായും കടുകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവനെ നമുക്ക് കുറച്ചുണ്ട്. ഇനി ഇവൻ്റെ ഉപ്പൊന്ന് നോക്കണ്ട. ഉപ്പും ടേസ്റ്റും ഒക്കെ പാകത്തിനുള്ളപ്പോൾ ഇനി നമ്മൾ അധികം ഇളക്കാൻ പാടില്ല. ഇത് അച്ചിങ്ങാപ്പയർ എന്ന് പറയും. ഇത് ഞാൻ കഴുകി അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയതായിട്ട് വെച്ചേക്കാണ്. ഇതിനാവശ്യമായ ഇത് നമ്മൾ തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഇതാണ്. തേങ്ങയുണ്ട്, പിന്നെ ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അരപ്പുണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിക്സി ഓൺ ചെയ്യുന്നതിന് മുമ്പ് സ്വിച്ച് ആദ്യം ഓഫിലായിരിക്കണം. നമ്മളെല്ലാം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് കൈ ഇങ്ങനെ ഇരുന്നിട്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതേ ഞാനിപ്പോൾ അരച്ച് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കുക കേട്ടോ. ഓൾറെഡി നമുക്ക് ഇതിനൊക്കെ വെള്ളമുള്ള സാധനങ്ങളാണല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അധികം വെള്ളം ഒഴിക്കരുത്. ശകലം കറിവേപ്പില ഇട്ടേക്കാം. കറിവേപ്പില ഇട്ടേക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പയർ തോരൻ ഇതാ വെന്ത് നല്ല പക്കയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. ഇത് കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് താളിക്കേണ്ടവർക്ക് കടുക് താളിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. കുറവാണ്. അത് ഞാൻ ഉപ്പധികം കൂട്ടാത്തോട്ട് കുറച്ചിട്ടേ. നമ്മുടെ പയർ തോരൻ്റെ പണി കഴിഞ്ഞു. കടുക് പൊട്ടിക്കാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന അച്ചിങ്ങാപ്പയർ തോരനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജാണ്. അച്ചിങ്ങാപ്പയർ തോരനും മോര് കറി. കണ്ടില്ലേ, രണ്ടും റെഡിയാണ്. മോര് കറി, അച്ചിങ്ങാപ്പയർ തോരൻ. ഇതൊരു നല്ല കുത്തിരി ചോറിനകത്തോട്ട് ഇത് വെച്ചിട്ട് കഴിച്ചാൽ